ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവയെന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. മഹാദൈവത്തിന്റെ അവർണ്ണനീയവും അഗോചരവും അപ്രമേയവും അതുല്യവുമായ നാമത്തിന് ആരാധനയും പുകഴ്ചയും മഹത്വവും അർപ്പിക്കുന്നു. തിരുവചനത്തിന്റെ ധ്യാനവേളയിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ദൂതാണ് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവർക്ക് പകർന്നു നൽകുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളറിയിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ വെച്ച് സമയഭേദം കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുണയുള്ള കർത്താവ് മറുപടി തരാതിരിക്കയില്ല. ഈ നമ്പറിൽ വിളിച്ചോ വാട്സപ്പ് മെസ്സേജ് അയച്ചോ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ അറിയിക്കാൻ കഴിയും. 9072141834. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9072140929. കർത്തൃ ശുശ്രൂഷയിൽ എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് ചെങ്ങറ നിന്നും. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് കർത്താവ് നൽകിയ സന്ദേശം പ്രിയപ്പെട്ടവരിലേക്ക് പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗമാണ് ഈ പുലരിയിലെ തിരുവചന ധ്യാനത്തിന് ഉപോദ്ബലകമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വായിച്ചു കേട്ട വിശുദ്ധ തിരുവെഴുത്തിലൂടെ കർത്താവിന് നമ്മോട് പറയാനുള്ളത് കേട്ടനുസരിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കാം. കുഞ്ഞെ, നിന്നെക്കുറിച്ച് ലോകം പലതും പറഞ്ഞേക്കാം. ദാവീദിനെ നോക്കൂ, താൻ തന്നെ തന്നെക്കുറിച്ച് പറയുന്നത്, ഞാൻ കേവലം ഒരു കാട്ടുകോഴിയാണ്, ഒറ്റച്ചെള്ളാണ്, ചത്തനായാണ്. അവന്റെ അപ്പൻ അവനെക്കുറിച്ച് പറയുന്നത് കേൾക്കുക, കാട്ടിൽ കുറച്ചാടുള്ളതിനെ നോക്കുന്നവനാണ്. ചേട്ടനായ ഏലിയാബിന്റെ വാക്ക് കേൾക്കുക, അഹങ്കാരിയാണ്, നെഗളിയാണ്. രാജാവായ ശൗൽ അവനെക്കുറിച്ച് പറഞ്ഞത്, യുദ്ധക്കളത്തിൽ പോർക്കളത്തിൽ കയറ്റി നിർത്താൻ യോഗ്യതയില്ലാത്ത വെറും പയ്യനാണ് നീ. എന്നാൽ ദൈവം അവനെക്കുറിച്ച് പറഞ്ഞു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. പ്രിയപ്പെട്ട ദൈവപൈതലേ, നിന്നെക്കുറിച്ച് ലോകമെന്തും പറയട്ടെ, വിലയില്ലാത്തവൻ, ഗതി പിടിക്കാത്തവൻ, കുടുംബത്തിന് കൊള്ളാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ, നിരന്തരം പരാജയം അനുഭവിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവൻ, ചത്തനായ, ഒറ്റച്ചെള്ള്, കാട്ടുകോഴി, അഹങ്കാരി, നിഗളി, കഴിവില്ലാത്തവൻ. കുഞ്ഞെ, പറയുന്നവർ പറയട്ടെ, നിനക്ക് നിന്നെക്കുറിച്ചുള്ള അഭിപ്രായം പോലും അപ്രസക്തമായിരിക്കാം. എന്നാൽ മഹാദൈവം നിന്നെക്കുറിച്ച് പറയുന്ന വാക്കിനാണ് പ്രസക്തി. അവൻ പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്, നീ എന്റെ മോതിരമാണ്, മിനുക്കിയ അമ്പാണ്, മൂർച്ചയുള്ള വാളാണ്, പർവ്വതം പൊടിക്കുന്ന മെതിവണ്ടിയാണ്, വൻമരങ്ങളെ വെട്ടിവീഴ്ത്തുന്ന വെൺമഴുവാണ്, ദൈവം തെരഞ്ഞെടുത്ത മാനപാത്രമാണ്, സ്വർഗത്തിന്റെ സ്ഥാനാപതിയാണ്, ക്രിസ്തുവിന്റെ പത്രമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്, കേടുവരാതെ സൂക്ഷിക്കുന്ന ഉപ്പാണ്, നീ എന്റെ തലക്കോരുകയാണ്. ദൈവപുത്രൻ പറയും, എന്റെ പ്രിയേ, ദൈവപുത്രന്റെ വാക്കാണ്, എന്റെ പ്രിയേ, നീ സുന്ദരി തന്നെ, നിന്നിലൊരു ഊനവുമില്ല, നീ എനിക്കുള്ളവൾ തന്നെ. യാക്കോബിനോട് പറഞ്ഞു, നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. കുഞ്ഞെ, ദൈവം ഒരുവനെ വിലയേറിയവനായി കണക്കിട്ടാൽ അവന് വിലയേറിയവനാക്കി തീർക്കും. കർത്താവ് ഒരുവനെ മാന്യനായി എണ്ണിയാൽ അവൻ ലോകത്ത് മാന്യനായി മാറും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ശ്രദ്ധിക്കുക. ഇസ്രായേലിനെ സൃഷ്ടിച്ചവൻ എന്നവിടെ കാണും. കുഞ്ഞെ, ദൈവം തെരഞ്ഞെടുത്ത യാക്കോബ് ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇസ്രായേൽ ഒരു വ്യക്തിയല്ല, ഒരു രാഷ്ട്രമാണ്. ഉൽപ്പത്തി 12:2 നാം വായിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയാൽ വലിയ ജാതിയാക്കുമെന്നല്ല, ദ ഗ്രേറ്റ് നേഷൻ, വലിയ രാഷ്ട്രമാക്കും. ഒന്നിനും കഴിവില്ലാത്ത, യാതൊരു പ്രാപ്തിയുമില്ലാത്ത, ഒരു യോഗ്യതയും വിശുദ്ധിയും അവകാശപ്പെടാനില്ലാത്ത യാക്കോബ് എന്നൊരു മനുഷ്യനിൽ നിന്ന് ഒരു രാഷ്ട്രം, ഒരു ഗ്രേറ്റ് നേഷൻ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവമാണ് നിന്നോട് പറയുന്നത്, നീ എനിക്ക് വിലയേറിയവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ച മഹാദൈവത്തിന് യാക്കോബ് എന്നൊരു മനുഷ്യരിൽ നിന്നൊരു ശ്രേഷ്ഠ രാജ്യം, ഒരു ഗ്രേറ്റ് നേഷൻ, മഹാരാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നിന്നെ മാറ്റിമറിക്കാൻ, നിന്നെ രൂപപ്പെടുത്താൻ എന്റെ ദൈവത്തിന് കഴിയും. കുഞ്ഞെ, ഒരു കാരണവശാലും നടക്കത്തില്ലെന്ന് ശത്രു പറയുന്ന കാര്യം ഭംഗിയായി നടത്തിത്തരാൻ നീ സേവിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസിക്കുക, കർത്താവിന്റെ ആലോചനയാണ് നീ എനിക്ക് വിലയേറിയവനാണ്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? അബ്രഹാമിനോടുള്ള ഈ പ്രവചനം നിറവേറുന്നത് എങ്ങനെയെന്നും
എവിടെ വെച്ചെന്നും നാം മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ദൈവം യാക്കോബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഉൽപ്പത്തി 46:3, നീ മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. മിസ്രയീമിൽ വെച്ച് ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഗ്രേറ്റ് നേഷനാക്കും, വലിയ സാമ്രാജ്യമാക്കും. അന്നുവരെ ചരിത്രത്തിൽ ഇസ്രയേൽ എന്നൊരു രാജ്യമില്ല, ഒരു നേഷനില്ല, പിന്നല്ലേ ഗ്രേറ്റ് നേഷൻ ഉണ്ടാവുക. ദൈവവേദലേ ഒരു വലിയ മർമ്മം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 4 അധ്യായം 20 വാക്യം. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തെരഞ്ഞെടുത്തത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. മനസ്സിലായോ? എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? നിങ്ങളെ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തെരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈജിപ്റ്റ് എന്ന ഇരുമ്പുലയിൽ, ഇംഗ്ലീഷ് പുസ്തകം പറയുന്നു അയൺ ഫർണസ്. കുഞ്ഞെ, യാക്കോബ് എന്ന മനുഷ്യൻ ഒരു നേഷനായി, ഗ്രേറ്റ് നേഷനായി, മഹാരാഷ്ട്രമായി മാറുന്നത് ഈജിപ്റ്റ് എന്ന അയൺ ഫർണസിൽ വെച്ചാണ്, ഇരുമ്പുലയിൽ വെച്ചാണ്. ഒരു ചോദ്യം, ഇരുമ്പുലയിൽ കൊണ്ടിട്ടാൽ കത്തിപ്പോകത്തല്ലേ ഉള്ളൂ, ഉരുകിപ്പോകത്തല്ലേ ഉള്ളൂ, നാമാവശേഷമായി നശിച്ചു പോകത്തല്ലേ ഉള്ളൂ? ശരിയാണ്. പക്ഷേ കർത്താവ് നിന്നെ ഇരുമ്പുലയിലിട്ടാൽ, അത് അയൺ ഫർണസിലിട്ടാൽ നീ കത്തിപ്പോവുകയല്ല, ഗ്രേറ്റ് നേഷനായി, വലിയ സാമ്രാജ്യമായി, അത്ഭുത വിഷയമായി പുറത്തു വരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾ ലോകത്തിലെ 220 പല രാജ്യങ്ങൾ വലിയ പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. കുഞ്ഞെ, നീയും തീച്ചൂളയിലൂടെ കടന്നു പോവുകയാണോ? അയൺ ഫർണസിന്റെ ജ്വാല നിന്റെ ജീവിതത്തെ മൂടിയിരിക്കുകയാണോ? മിസ്രയീം എന്ന ഇരുമ്പുലയിലൂടെ യാക്കോബിനെ കടത്തിവിട്ട് മഹാരാഷ്ട്രമാക്കി മാറ്റിയ ദൈവം നിന്റെ ജീവിതാനുഭവത്തിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വത്സല ദൈവപൈതലേ, മാരക രോഗമാണോ നിനക്ക് ഇരുമ്പുലയായി കത്തി നിൽക്കുന്നത്? ദൈവമറിയാതെ സംഭവിക്കുകയല്ല കേട്ടോ. തിരുക്കരമാണ് നിന്നെ തീയിലിട്ടതെങ്കിൽ നീ കത്തിപ്പോകത്തില്ല. ഈ രോഗം നിന്നെ നശിപ്പിക്കത്തില്ല. തിരുവചനം പറയുന്നു, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കത്തിപ്പോകത്തില്ല, കരിക്കട്ടയായി പോകത്തില്ല, നീ പൊന്നുപോലെ പുറത്തു വരും. രോഗക്കിടക്ക വിട്ട് പുതുശക്തി പ്രാപിച്ചവരായി എഴുന്നേറ്റ് സൗഖ്യദായകനായ ദൈവം ജീവിക്കുന്നു എന്ന് പറയുവാൻ, രോഗസൗഖ്യം വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ഉത്തമ സാക്ഷിയാക്കി നിന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൂതേറ്റെടുത്ത് എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ പുലരിയിൽ സ്തോത്രം ചെയ്യാൻ കഴിയും. വിലയില്ലാത്തവനെ വിലയേറിയവനാക്കി മാറ്റുന്ന ദൈവം, വിലമതിക്കാനാവാത്തവനാക്കി ഉയർത്തുന്ന ദൈവം ഒരുവനിൽ നിന്ന് ഒരു സാമ്രാജ്യത്തെ സൃഷ്ടിച്ചു. ശേപ്രവചനം 43 1 വാക്യം, അതിന്റെ 2 വാക്ക് ശ്രദ്ധിക്കുക. ഇസ്രായേലിനെ നിർമ്മിച്ചവനായ യഹോവ. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്തുക എന്നാണ് അർത്ഥം. എന്നാൽ നിർമ്മിക്കുക എന്നതിന് രൂപപ്പെടുത്തുക, ആകൃതി വരുത്തുക, രൂപമാറ്റം വരുത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഈ പ്രപഞ്ചം തന്നെ നോക്കുക. ദൈവം സൃഷ്ടിച്ച ശേഷം പലതും നിർമ്മിച്ചു രൂപപ്പെടുത്തി എന്ന് കാണാൻ കഴിയും. സൃഷ്ടി എന്ന് പറയുമ്പോൾ പരമാണുക്കളിൽ തുടങ്ങണമെന്നാണ് നാസ പറയുന്നത്. കേൾക്കാം നമുക്ക്. ഒരു മൊട്ടുസൂചിയുടെ മുനയിൽ മാത്രം ഉൾക്കൊള്ളുന്ന പരമാണുക്കളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി പ്രഗത്ഭരായ 2 ഗണിതശാസ്ത്ര വിശാരദന്മാരെ ചുമതലപ്പെടുത്തിയാൽ ദിവസവും 2 മണിക്കൂർ വീതം ഉപയോഗിച്ചാൽ 2.5 ലക്ഷം വർഷം കൊണ്ട് അവർ എണ്ണിത്തീർക്കും. ശാസ്ത്രം പറയുന്നു ഈ പരമാണുക്കളിൽ നിന്നാണ് പ്രപഞ്ചത്തിന് രൂപം വന്നത്. എന്നാൽ തിരുവചനം പറയുന്നു, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമുളവായി, അവൻ മുഖാന്തരവും അവനാലും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ. കുഞ്ഞെ, ശിരസുയർത്തി മേലോട്ടൊന്ന് നോക്കുക. പെണ്ണും വെൺതിങ്കളും താരങ്ങളും ഇങ്ങ് താഴെ മണ്ണും മലരും അനന്ത നീരാഴിയും വാക്മാത്ര കൊണ്ടെല്ലാം സൃഷ്ടിച്ചവൻ സകലത്തെയും രൂപപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മനോഹര ശില്പത്തിന്റെ ചാരുതയാർന്ന രൂപം ഒരു ശില്പിയുടെ മനസ്സിലുണ്ടെങ്കിൽ അതെങ്ങനെ ശില്പമായി രൂപം പ്രാപിക്കും? അയാൾ ഒരു ശില തിരഞ്ഞെടുക്കും. ആ ശിലയിലേക്ക് തന്റെ മനസ്സിലുള്ള രൂപം നിർമ്മിച്ചെടുക്കാൻ വേണ്ടി താൻ ഉളിയും ചുറ്റികയും കയ്യിലെടുക്കും. തന്റെ മനസ്സിലുള്ള ശില്പത്തിന് വേണ്ടാത്തതെല്ലാം താൻ ഉള്ളികൊണ്ട് ശ്രദ്ധയോടെ കുത്തിക്കളയും. കണ്ണിന്റെ സ്ഥാനത്ത് പരന്നിരുന്നാൽ ശരിയാവത്തില്ല, കുത്തിക്കളയും. മൂക്കിന്റെ സ്ഥാനം മുഴച്ചിരുന്നാൽ അരുതാത്തത് കൊത്തിക്കളയും. വിരലുകളുടെ സ്ഥാനത്ത് അധികമായുള്ളത് കൊത്തിക്കളയും. അങ്ങനെ അരുതായ്മകൾ കുത്തിക്കളഞ്ഞ് ആ ശിലയെ താൻ മനസ്സിലാഗ്രഹിച്ചതുപോലെയുള്ള മനോഹര ശില്പമാക്കും. കുഞ്ഞെ, നിന്നെ രൂപപ്പെടുത്തുന്നതിനായി, അരുതായ്മകൾ കൊത്തിക്കളയുന്നതിനായി ദൈവമെന്ന ശില്പിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ.
ഇസ്രയേലിൻ്റെ അരുതായ്മകൾ കൊത്തിക്കളയാൻ 40 വർഷം വേണ്ടി വന്നു ദൈവത്തിന്. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ നിരന്തരം ഉള്ളി കയറിയിറങ്ങുകയാണോ? പരിതപിക്കരുത്. ദൈവം നിന്നിലെ അരുതായ്മകളെ കൊത്തിക്കളയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവോളം ദൈവം നിന്റെ അരുതായ്മകളെ കൊത്തിക്കളയും. നിന്നെ ഒന്നിനു പുറകെ ഒന്നായി കുഞ്ഞെ പ്രതിസന്ധികൾ വിട്ടുമാറാതെ മുറിപ്പെടുത്തുകയാണോ? കർത്താവ് പറയുന്നു, മക്കളെ, ഞാൻ നിന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. പിറുപിറുക്കരുതേ. തിരുവചനം പറയുന്നു, 1 തെസ്സലോനിക്കർ 3:3, കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. പിശാച് കൊണ്ടുവന്നാണെന്ന് പറയാതെ ദൈവം എന്നെ രൂപപ്പെടുത്തുന്നത് കൊണ്ട് അവന് സ്തോത്രമെന്ന് പറയുവാൻ കഴിയണം. ഫിലിപ്പ് ലേഖനം നോക്കൂ, 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കഷ്ടമനുഭവിക്കാനുള്ള വരം. കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കണമെങ്കിൽ ആ വരമുള്ളവർക്കേ പറ്റൂ. മെഗാ ചർച്ചുകളിലല്ല, മെട്രോ സിറ്റികളിലല്ല, ആരാലും പരിഗണിക്കപ്പെടാത്ത സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട ജനങ്ങൾ കഴിഞ്ഞുകൂടുന്ന ഗ്രാമങ്ങളിൽ, ലക്ഷംപൂട് കോളനികളിൽ, വടക്കേ ഇന്ത്യയുടെ പേരറിയാത്ത ഗിലികളിൽ, ചെങ്ങറ സമരഭൂമി പോലെയുള്ള ആർക്കും വേണ്ടാത്തവർ, ഒരു സർക്കാരിനും ആവശ്യമില്ലാത്തവർ, വോട്ടവകാശം പോലുമില്ലാത്തവർ, തലയൊളിക്കാൻ ഒരു കൂര പോലുമില്ലാത്തവർ, ഗവൺമെന്റിന്റെ ഒരു രേഖയിലും പെടാത്തവർ, കുരിശടി പണിയാനും പള്ളിമേട മോടിയാക്കാനും പണം വാരിക്കൊടുക്കാൻ കഴിവില്ലാത്ത പാവങ്ങൾ, അവരും സമസൃഷ്ടികളാണെന്ന് മനസ്സിലാക്കി അവരുടെ ഇടയിൽ കർത്താവിന്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ള വരം ഇതൊരു യൂണിവേഴ്സിറ്റിയും തരത്തില്ല. നീ സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിന്റെ മേൽ ആ വരത്തെ ചൊരിഞ്ഞു തരും. ചിലർ ഉള്ളുരുകി ചോദിക്കുന്നു, ദൈവമേ, എപ്പോഴാണ് ഈ കഷ്ടം തീരുക? ചൂളയിൽ നിന്നും എന്നെ എപ്പോഴാണൊന്ന് പുറത്തെടുത്തുക? ഉത്തരം, നിയമിക്കപ്പെട്ട കഷ്ടങ്ങൾ നിന്നെ രൂപപ്പെടുത്തി കഴിയുമ്പോൾ കഷ്ടത വിട്ടുമാറും. കുഞ്ഞെ, ഇരുമ്പുലയിൽ നിന്നെ വെച്ചത് നിന്റെ രൂപം മാറ്റി ദൈവപുത്രനോട് അനുരൂപമാക്കാൻ വേണ്ടിയാണ്. നിന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കാൻ, നിന്റെ ഹാബിറ്റ് മാറ്റിയെടുക്കാൻ, നിന്റെ ക്യാരക്ടർ മാറ്റിയെടുക്കാൻ, നിന്റെ പ്രസന്റേഷൻ മാറ്റിയെടുക്കാൻ. അതെ, നിന്റെ ഉടയവനാണ് അയർ ഫർണസിൽ നിന്നെ വെച്ചിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നതിനായി നന്ദി കർത്താവേ എന്ന് പറയാൻ കഴിയണം. എളിവൻ പറയട്ടെ, ആത്മനാഥനായ ക്രിസ്തുവേശുവിനോട് അനുരൂപമാക്കപ്പെടുന്ന അനുഗ്രഹീത നാളുകളാണ് എൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ കാലം. സ്തോത്രം. 10,000ങ്ങളിൽ പരമസുന്ദരനായ രക്ഷാനായകന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ എളിവനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ ക്രോധ സ്വഭാവത്തെ കൊത്തിക്കളഞ്ഞ്, അതെ, എൻ്റെ പരുഷ മനോഭാവത്തെ ചെത്തിമാറ്റി, ചുളുക്കം, മാലിന്യം, വാട്ടമൊന്നുമില്ലാതെ സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനാകാൻ വേണ്ടി എന്നെ രൂപപ്പെടുത്തുന്ന കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. ശിപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം 1 തൊട്ട് പ്രാർത്ഥിച്ചവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. സ്തോത്രം. ഇത് ചെങ്കടൽ കടന്ന കാര്യമാണെന്നും യോർദാൻ കടന്ന കാര്യമാണെന്നും ദൈവദാസന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഈ വാക്യം നാം ധ്യാനിച്ചാൽ കാര്യം അതല്ല എന്ന് മനസ്സിലാകും. ചെങ്കടൽ കടന്ന് 750 വർഷങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധാത്മാവ് യെശയ്യാവിലൂടെ ഈ അരുളപ്പാട് പ്രസ്താവിക്കുന്നത്. ചെങ്കടൽ കടന്നതോ യോർദാൻ കടന്നതോ ആയിരുന്നെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കൂടി കടന്നപ്പോൾ എന്ന് പറയുമായിരുന്നു. ഇവിടെ കടന്നപ്പോൾ എന്നല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഭാവികാല പ്രവചനമാണ്. വെള്ളത്തിൽ കൂടി കടന്നു എന്ന് വെള്ളത്തിൽ കൂടി എന്ന് മലയാളം ബൈബിൾ പറയുമ്പോൾ മൂലഭാഷയുടെ അടുത്ത് നിൽക്കുന്ന പരിഭാഷകളിലും ഇംഗ്ലീഷിലും വെള്ളമെന്നല്ല, വാട്ടേഴ്സ്, വെള്ളങ്ങൾ എന്ന് കാണും. BC 1600 ചെങ്കടൽ കടന്ന കാര്യമല്ല. BC 750 ശേഷം ഇസ്രയേൽ കടന്നുപോയ കാലഘട്ടങ്ങളിൽ പ്രതികൂലത്തിന്റെ പെരുവെള്ളം പലവട്ടം അവരെ കവിഞ്ഞൊഴുകി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. മഹാദൈവത്തിന്റെ വാഗ്ദത്തം, പെരുവെള്ളം നിന്റെ മേൽ കവിയുകയില്ല. 2638 കൊല്ലം ഇസ്രയേൽ നിരവധിയായ സാമ്രാട്ടുകളുടെ അക്ഷൗഹിണിപ്പട ഇസ്രയേലിന്റെ മേൽ തേരോട്ടം നടത്തിയിട്ടും, പെരുവെള്ളം പോലെ തേരോട്ടം നടത്തിയിട്ടും ഒഴുക്കിക്കളയാൻ നോക്കിയിട്ടും നടന്നില്ല. കാരണം എന്താ? വാക്കു പറഞ്ഞവൻ കൂടെയിരുന്നു. പ്രതികൂലത്തിന്റെ പെരുവെള്ളം അവരെ കവിഞ്ഞില്ല. ഇസ്രയേൽ ഇന്നും ചരിത്രത്തിൽ തല ഉയർത്തി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞേ, നിന്റെ നാശം കാണാൻ കാത്തിരിക്കുന്നവർ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും, ആ അഭിചാര ശക്തികൾ അലമുറയിട്ടിട്ടും, അതെ, അലറി അടുത്തിട്ടും, നേർച്ചകാഴ്ചകൾ ഏറ്റുവാങ്ങിയ സേവാമൂർത്തികൾ ആർത്തട്ടകസിച്ച് അടുത്തു വന്നിട്ടും പ്രതികൂലം നിന്നെ കവിഞ്ഞൊഴുകിയില്ല. കാരണം എന്താണെന്നറിയാമോ? നീ
ദൈവത്തിന് വിലയേറിയവനാണ്. വാത്സല്യ ദൈവപൈതലേ, എത്രയെത്ര വെള്ളങ്ങൾ നിന്നെ ഒഴുക്കിക്കളയാൻ ഇരച്ചെത്തിയതാണ്. 90 ദിവസം തികയ്ക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചിട്ടും നീ തകർന്നില്ല. നിന്റെ ഭവനത്തെ മുക്കാൻ, തലമുറകളെ ഒഴുക്കിക്കളയാൻ പെരുവെള്ളം പലവട്ടം ആർത്തലച്ചിട്ടും നിന്റെ കുടുംബം തകർന്നില്ല, തലമുറ നശിച്ചില്ല. കുഞ്ഞേ, നിന്റെ പ്രവർത്തന സ്ഥലത്ത് ഒഴുകിപ്പരന്ന അപവാദത്തിന്റെ പെരുവെള്ളം, ജോലി സ്ഥലത്ത് അതെ നിർത്തുകയില്ലെന്ന് വാദിക്കുന്ന പെരുവെള്ളം, നിന്റെ ബിസിനസ്സിനെ നശിപ്പിച്ചു കളയുമെന്ന് ആർത്തട്ടഹസിക്കുന്ന പെരുവെള്ളം, പാപത്തിന്റെ ചിന്തകളെ കൊണ്ട് നിന്നെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി ആർത്തലച്ചു വരുന്ന പെരുവെള്ളം നിന്റെ മീതെ കവിയാതെ ഇന്നും ജയത്തോടിരിക്കാൻ, ബലത്തോടിരിക്കാൻ, പ്രാണനോടിരിക്കാൻ കൃപ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരമകാരുണികനായ ദൈവം പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാണ്. ഒറ്റച്ചെള്ളായ, ചത്ത നായായ, കാട്ടുകോഴിയായ എനിക്കും നിനക്കും എങ്ങനെ വിലയുണ്ടായി? അത് മറക്കരുത്, നല്ല ഓർമ്മ വേണം. ദൈവപുത്രന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്തതുകൊണ്ട് ഏതുമില്ലാത്ത എനിക്കും നിനക്കും വിലയുണ്ടായി. എത്രമാത്രം വിലയുണ്ടായി? സകല ലോകത്തെക്കാളും വിലയുണ്ടായി. കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്നു, കുഞ്ഞേ, നീ എനിക്ക് വിലയേറിയവനാണ്. ലോകം മുഴുവനും നിന്നെ അപമാനിച്ചു കൊള്ളട്ടെ, നീ എനിക്ക് മാന്യനാണ്. നിന്റെ കണ്ണുനീരിന് ഞാൻ മറികടക്കത്തില്ല. നിന്റെ നെടുവീർപ്പിന്റെ അർത്ഥം എനിക്ക് തിരിച്ചറിയാൻ കുഞ്ഞേ. കുടുംബത്തിൽ ആരും നിന്നെ മാനിക്കുന്നില്ല, ഭവനത്തിൽ ആർക്കും നിനക്കൊരു വില കൽപ്പിക്കുന്നില്ല ആരും. നിന്റെ ജോലി സ്ഥലത്ത് പോലും നീ ഒരു നിന്നാ വിഷയമായിരിക്കുന്നു. ഇന്ന് പുലരിയിൽ കർത്താവ് നിന്റെ വിഷയത്തിൽ കൈവയ്ക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. തകർന്ന മനസ്സോടെ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ അപ്പച്ച നീ തൊടാൻ പോകുന്നുണ്ട്. സ്തോത്രം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, അവരുടെ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ, അവരുടെ ദുർഘടങ്ങൾ നിരപ്പാകട്ടെ, ദുഷ്ടാപിശാചി കെട്ടിയടച്ച വഴികൾ ആമേൻ തുറന്നു വരട്ടെ. പുത്തൻ വാതിലുകൾ, സമൃദ്ധിയായ വിശാലമായ വഴികൾ ആമേൻ നിന്റെ മക്കൾക്ക് തുറന്നു കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആമേൻ ശ്രേഷ്ഠമായ കുടുംബ ജീവിതം എന്റെ ദൈവം ഒരുക്കിക്കൊടുത്തവരെ മാനിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. തലമുറയില്ലാത്തവരുടെ നെഞ്ചിന്റെ വേദന എന്റെ അപ്പച്ച നിനക്ക് നല്ലവണ്ണം അറിയാം. ആ ശാപം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ നിന്ന മാറട്ടെ. ഐശ്വര്യപൂർണമായ തലമുറ, അനുഗ്രഹിക്കപ്പെട്ട തലമുറ, അതെ ദൈവമേ, അവരുടെ മടിയിൽ ഇരിക്കുന്നത് കാണാൻ കർത്താവ് കൃപ ചെയ്യുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. നിരവധിയായ വിഷയങ്ങൾ, അനവധിയായ വിഷയങ്ങൾ അങ്ങയുടെ മക്കൾ നൽകിയിട്ടുണ്ട്. എല്ലാം സ്തോത്രത്തോടെ 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 തിരുസന്നിധിയിൽ അർപ്പിക്കുകയാണ്. എല്ലാറ്റിന്മേലും കരം വെച്ച് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന എന്റെ കർത്താവ് കേട്ടതിനായി നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത പ്രഭാതങ്ങളിൽ വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവമുമ്പാകെ തിരുവചന കേൾവിക്കായി കടന്നു വരാം. അതുവരെ അതാതിടങ്ങളിൽ മഹാദൈവം നമ്മയെല്ലാം കൺമണി പോലെ കാത്തു പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.